ഒത്തിരിയും ദിവസം ഉണ്ടേ തിന്നണമെന്ന് തോന്നുമായിരിക്കും. എണ്ണയോടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ മധുരവും ഈ കാന്താരി ഡെയിരിയും കൂടെ ആയപ്പോൾ അടിപൊളിയാണ്. അപ്പം ഇന്ന് നമ്മളാണേൽ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കുന്നത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. അപ്പം അമ്മ ഇവിടെ ആണേൽ മധുരക്കിഴങ്ങ് ചുരണ്ടി അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ 4ആയിട്ട് കീറി വെള്ളത്തിലിടണം. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഒത്തിരിയും ദിവസം ഉണ്ടേ തിന്നണമെന്ന് തോന്നുമായിരിക്കും. ഒത്തിരിയും നാളുകൊണ്ട് ഓർക്കും, എപ്പോഴും ഓർക്കും വാങ്ങിക്കണം കഴിക്കണം എന്നൊക്കെ. എന്തായാലും ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നു. 1 കിലോ 60 രൂപ. വലിയൊരു കഷ്ണമായിരുന്നു. മധുരക്കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ ഉണക്ക കാന്താരി സംബന്ധി കൂട്ടിയാണ് ഇന്ന് കഴിക്കുന്നത്. നമ്മളാണ് ചേമ്പ് പുഴുങ്ങി കഴിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ചെറുതായിട്ട് മുറിച്ചിടല്ലേ. ചിലതകത്ത് കേടുണ്ടല്ലേ അമ്മ, ചില ഭാഗം വരുമ്പോൾ. ഇന്നും നമ്മുടെ കൂടെ മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാനൊക്കെ ഉണ്ട് ഞങ്ങളുടെ പിങ്കാമോനുണ്ട്. ഞാൻ തൂക്കാൻ വേണ്ടി അവൾ ഓടി തരുന്നു കണ്ടോ. ഞാനേ ഇതെന്തോ കളിയാ. കൊടുക്കാൻ വേണ്ടിയ കേട്ടോ. നോക്കുന്നുണ്ടോ പൊന്നെ, അത് മോന് തിന്നുകൂടാ. മോന് തിന്നാൻ പറ്റത്തില്ല. മോനെ അമ്മ കൊടുക്കാനെ കൊണ്ട് അമ്മ ഈ വാലാടുന്ന കണ്ടിട്ടെങ്കിലും കൊടുക്കൻ്റെ അമ്മേ. ബിസ്ക്കറ്റ് തരാം മോനെ. ഇതിപ്പോൾ പറഞ്ഞു പോവല്ലോ വാല്. ബിസ്ക്കറ്റ് തരാവേ. ഇപ്പം മധുരക്കിഴങ്ങ് ഇവിടെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം കിഴങ്ങ് പുഴുങ്ങാൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പം അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ കാന്താരി സംബന്ധി അരയ്ക്കാൻ കൊച്ചുള്ളി ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉണക്ക കാന്താരിയാണ്, അത് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് പുളി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കാന്താരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ അകത്ത് ഇരുന്ന സംബന്ധി ഉച്ചയ്ക്കാണ് തീർന്നത്. അപ്പോൾ നമ്മൾ ആ പാത്രം തന്നെ എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയുടെ മയമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അരച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ച് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എണ്ണയോടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട് പാകത്തിന്. ഇനി നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാം. അതിൻ്റെ കൂടെ ചൂട് കാപ്പിയും റെഡി ആയിട്ടുണ്ട്. വെന്ത് പുട്ടുപോലെ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മളങ്ങനെ മധുരക്കിഴങ്ങും സംബന്ധിയും കഴിക്കുകയാണ്. അപ്പം കസാര എടുത്തട്ടെ. അപ്പം കഴിക്കുന്നു. എങ്ങനെയുണ്ട്?
സൂപ്പർ. ഇനി അമ്മയോട് ചോദിക്കാം, എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇതേപോലെ നാടൻ സാധനങ്ങൾ കഴിക്കുന്നേ. ആ ഈ മൂക്ക് കണ്ടോ? കഷ്ടമുണ്ട്. ഓ പിങ്കാമോനും കൊടുത്തേ. പക്ഷെ മധുരക്കിഴങ്ങല്ല അവള് കഴിച്ചത്, അവള് ബിസ്ക്കറ്റാ കഴിച്ചേ. പാല് കുടിച്ചോട്ടെ. ഈ മധുരവും ഈ കാന്താരിയുടെ എരിയും കൂടെ ആയപ്പോ അടിപൊളിയാണ്. എന്താ നല്ല ടേസ്റ്റ്. പാൽ കാപ്പി അല്ല കടും കാപ്പി. നമ്മള് പാൽ കാപ്പി എടുത്തേ. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ അങ്ങനെ വേണം അല്ലേ? മധുരം ഇല്ലാത്ത കട്ടൻ കാപ്പി വേണം. ആ നല്ല മധുര. ചൂടോടെ കഴിക്കും ഞാൻ. നല്ല സോഫ്റ്റ്. ഇതെന്തോ ഇപ്പൊ ബിസ്ക്കറ്റ് കൂടെ? ആ കൊടുത്ത കഴിക്കുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി അടുത്ത് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് മധുരക്കിഴങ്ങും എരിയുള്ള കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കാം. സൂപ്പറാ, നല്ല മധുരമുണ്ട് ഇതിന്. അമ്മ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മധുരവും നമ്മൾ ആ അരച്ച ചമ്മന്തിയുടെ എരിവൂടാകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. 4 മണിക്ക് ഈ എണ്ണ പലഹാരം വാങ്ങിച്ച് കഴിക്കുന്നതിലും നല്ലതാണ്. വാങ്ങിച്ചാണെങ്കിലും ഉണ്ടാക്കിയാണെങ്കിലും കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ആവി പുഴുങ്ങിയ പലഹാരങ്ങൾ കഴിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.